ഇത് എത്ര കൊടുക്കാം? ഇത് നമ്മള് ചോദിക്കണം 3,400. ചോദിക്കണേ. കൊടുക്കുന്നത് നമ്മള് 3,15 കൊടുക്കാം. 3,15 കൊടുക്കാം. ഇനി അതിലെന്തെങ്കിലും കുറച്ച് കൊടുക്കാം. നമുക്ക് 3,10 കൊടുക്കാം. 3,10 കൊടുക്കാം. ഒരു ആൾട്ടോക്കാരന്റെ വിലയുള്ളൂ കേട്ടോ. ഇനി ടാക്സ് അവർ അടക്കുകയാണെങ്കിൽ ഒരു 20 രൂപ കുറച്ച് കൊടുക്കാം. ടാക്സ് അവർ അടക്കുകയാണെങ്കിൽ 290 കൊടുക്കും. 290 കൊടുക്കും. ഓക്കെ. ഫുള്ള് ലോണില് ഒരുപാട് വണ്ടികൾ ഇവിടെ ഉണ്ട്. ഒരുപാട് വണ്ടികളുണ്ട്. പക്ഷെ ലോണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കണമെന്നില്ല. ചെയ്തോളി. ഓക്കെ. പിന്നെ 2015 മോഡൽ 16 റൈസനായിട്ടുള്ള ഐറ്റം ഗ്രാൻഡ് വണ്ടിയാണ്. 290 തരാന്ന് പറയുന്നുണ്ട്. ഫുള്ള് ലോണിൽ ഇറക്കാൻ പറ്റും കേട്ടോ. ഇത് നമ്മള് ചോദിക്കണം 3 രൂപയാണ്. 3 രൂപ ചോദിക്കുന്നുണ്ട്. 2,70 കൊടുക്കാം. 2,70 അതും ഫുള്ള് ലോണിൽ കൊടുക്കും. ഫുള്ള് ലോണിൽ. ഓക്കെ. ഒരു ഫോൾട്ട് ഇല്ല കേട്ടോ. ഇത് കുറെ, അതായത് 10, 30, 40,000 രൂപ വില വ്യത്യാസം നിങ്ങൾക്ക് തരാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടാവുന്നു. പക്ഷെ നിങ്ങൾ എവിടെ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അല്ല, ചെറിയ ലാഭത്തിൽ കൂടുതൽ കച്ചവടം. അതെ, അതായത് എണ്ണം കൂട്ടി വില കുറച്ച് വിൽപ്പന. അല്ല, അങ്ങനെ. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ വീണ്ടും ഞാൻ ഇന്നുള്ളത് നമ്മളെ മുജീബ് ഖാന്റെ സൺറൈസ് യൂസർ കാർ ഷോറൂമിലാണ്. മുജീബ് ഖാൻ എന്തൊക്കെയുണ്ട്? അസ്സലാമലൈക്കും. വലൈക്കും സലാം. എന്തൊക്കെയുണ്ട്? കച്ചവടം എന്തുപാട്? ഫസ്റ്റ് വീഡിയോന്റെ 2ാമത്തെ എപ്പിസോഡാണ് ഇന്ന് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോ അതില് കാണിക്കാത്ത വണ്ടികൾ ഇന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം പ്രേക്ഷകർക്ക്. അപ്പോ നിങ്ങൾ ഫസ്റ്റ് എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് അടിച്ച് കയറിയാൽ നിങ്ങൾക്ക് ഫസ്റ്റ് എപ്പിസോഡ് കാണാം. ഇവിടെയുള്ള 45 വണ്ടികളും നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കാണാൻ പറ്റും. അല്ല, മാക്സിമം നമ്മളെ കൊണ്ട് കഴിയണ മാതിരി നല്ല വണ്ടികളെ നമ്മൾ എടുക്കാറുള്ളൂ. അതെ, കുറച്ച് സമയം എടുത്താലും പിന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അതിൽ വേണമെങ്കിൽ ഫുൾ ആയിട്ട് സ്കിപ്പ് ആക്കാണ്ട് കണ്ടോളൂ. പിന്നെ മുജീബ് എന്തൊക്കെ ഇത് നിങ്ങളെ വണ്ടിന്റെ ക്വാളിറ്റി ആയാലോ എങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ? ക്വാളിറ്റി എന്ന് പറയണേ നമ്മളെ നല്ലോണം അത്രയും നല്ലോണം നോക്കിയിട്ട് നമ്മൾ വണ്ടി എടുക്കല്. ഓക്കെ. പിന്നെ മേജർ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ചെറുത് ചില വണ്ടിക്ക് ചെറുത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കണ്ണിൽ കാണാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ വരുള്ളൂ. അല്ല, എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞിട്ട് കൊടുക്കും. പിന്നെ നിങ്ങൾ ഇവിടെ എടുക്കാൻ വരുന്ന ആൾക്കാർ ഫുൾ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് കൊണ്ടുപോയി. ചെക്ക് ചെയ്തിട്ടേ കൊണ്ടുപോകാൻ പാടുള്ളൂ. അതെ, ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. അതിപ്പോ ഞാൻ എല്ലാ വീഡിയോയിലും പ്രേക്ഷകരോട് പറയുന്നതാണ്. ഇവിടുന്നല്ല എവിടുന്ന് വണ്ടി എടുക്കുകയാണെങ്കിലും അവനാന്റെ പൈസ കൊടുത്ത് എടുക്കുന്നതാണ്. അപ്പൊ നല്ലോണം ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അതന്നെ നമ്മൾ താല്പര്യം. അതെ. അപ്പൊ മുജീബ് ഇത് ഒന്ന് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കും. ലൊക്കേഷൻ നമ്മൾ മഞ്ചേരിന്ന് വരികയാണെങ്കിൽ കറക്റ്റ് 3.5 കിലോമീറ്റർ. ഓക്കെ. അമൃത വിദ്യാലയം ഉണ്ട്, നമ്മൾ ഓപ്പോസിറ്റ് ആണ്. പിന്നെ നമ്മള് കോഴിക്കോട് ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ വള്ളുവമ്പ്രം, മലപ്പുറം, മഞ്ചേരി എന്ന് പറഞ്ഞ 2 ജംഗ്ഷനിലാണ് വള്ളുവമ്പ്രം എന്ന് പറഞ്ഞ സ്ഥലം. കഴിഞ്ഞിട്ട് ഒരു 4 കിലോമീറ്റർ അത്ര ഉണ്ടാവും അല്ലെ? അത്ര ഉണ്ടാവും. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ മൂപ്പര നമ്പർ വീഡിയോയിലുണ്ട്, അതിൽ വിളിച്ചാൽ മതി കേട്ടോ. ഇനി ആർക്കെങ്കിലും ലൊക്കേഷൻ വേണമെങ്കിൽ നമ്മൾ അപ്പൊ അയച്ചു കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ഓരോ വണ്ടികളായിട്ട് കാണിച്ചു കൊടുക്കാം. മാക്സിമം 80,000 രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. അതായത് 2-3 ലക്ഷത്തിന്റെ ഉള്ളിൽ ഒരുപാട് വണ്ടികളുണ്ട്. ഓക്കെ. അപ്പൊ റെഡ്സ് വണ്ടികൾക്ക് ഒരു 4-5 റെഡ്സ് ഇവിടെ ഉണ്ട്. വാഗണർ വണ്ടികൾക്ക് ഒരു 4-5 വാഗണർ. എല്ലാ വണ്ടി, അതായത് ഓരോ വണ്ടിന്റെ ചാകര തന്നെ ഉണ്ടാവും. റിഡ്സ് ആണെങ്കിൽ ഒരു 4-5 ഉണ്ടാവും. പിന്നെ ആൾട്ടോ ആണെങ്കിൽ 4 പീസ് ഉണ്ടാവും അല്ലെ? അങ്ങനെ വാഗണർ ആണെങ്കിൽ 4 പീസ് ഉണ്ടാവും. അപ്പൊ ആൾക്കാർ ഓരോ വണ്ടി നോക്കുമ്പോഴേക്കും അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി ഉണ്ടാകുമ്പോൾ ആൾക്കാർക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോ കൂടുതൽ സംസാരിച്ച് ലാഗടിപ്പിക്കണ്ട, വണ്ടിയിലേക്ക് പോകാം. ഓരോ വണ്ടികളായിട്ട് നമുക്ക് നോക്കാം. ചെറിയ ബഡ്ജറ്റിൽ ഇന്നോവ കാർ നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു ക്വാളിറ്റി വണ്ടിയാണ് നിങ്ങൾ പരിചയപ്പെടുന്നത്. മുജീബ്, ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഇത് 2006 മോഡൽ. ഓക്കെ. പക്ഷേ 2006 എന്ന് കണ്ടാ പറയൂല. ഈ ടൈപ്പ് 4 KL10 നമ്പർ കണ്ടാലും മോഡൽ കൂടിയ വണ്ടിയാണ്. നമ്പർ കണ്ടാലും വണ്ടി കണ്ടാലും മോഡൽ കൂടിയ വണ്ടിയാണ്. ഇത് നമ്പർ ആയ വണ്ടി അല്ലേ? നമ്പർ ആയ വണ്ടി. ഓക്കെ. ഇതിന്റെ പേപ്പറൊക്കെ എങ്ങനെ? പുതിയ പേപ്പർ നമ്മള് അടുത്ത വർഷം 8ാം മാസം അങ്ങനെ എന്തോ ആണ് ഇതിന്റെ റിന്യൂവൽ വരുന്നല്ലേ? ഇത് ടാക്സ് നമ്മൾ പുതിയത് ചെയ്ത് കൊടുക്കും അടുത്ത മാസം. പിന്നെ നിങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ട് കൊടുക്കും. 15 രൂപ ടാക്സിന് വരും, നമ്മൾ അടച്ചു കൊടുക്കും. ഓക്കെ. വണ്ടി എന്ത് അവർക്ക് റിന്യൂവൽ എടുക്കേണ്ട ഒരു ഇത് ഉള്ളൂ. അതെ. റിന്യൂവലിന് 2,500 രൂപന്റെ നമുക്ക് റിന്യൂവൽ എടുക്കാം. ടാക്സ് 10 രൂപ വരുമല്ലോ. ടാക്സ് എത്ര വരുന്നത്? 18-19 രൂപ വരും. 20 രൂപന്റെ ഉള്ളിൽ വരും. നമ്മൾ അടച്ചു കൊടുക്കും. അത് നിങ്ങൾ കൊടുക്കും. ഓക്കെ. വണ്ടി എങ്ങനെയാണ്? ക്വാളിറ്റി അല്ല, ക്വാളിറ്റി വണ്ടി അല്ല നിങ്ങൾ കണ്ടാൽ മെക്കാനിക് പരമായിട്ട് ഒക്കെ ക്വാളിറ്റി. എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. അത്രയ്ക്ക് പക്കാണ്. അതെ, ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ഓക്കെ. ഇത് 7 സീറ്റർ വണ്ടിയല്ലേ? 7 സീറ്റ് വണ്ടി. ടൈപ്പ് 4 കൺവേർട്ട് ആക്കിയ വണ്ടിയാണ്. അതെ. എത്ര കൊടുക്കാം? ഇത് വണ്ടി കണ്ടാൽ ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഒരു 13-14 ഒക്കെ ലുക്ക് ഇല്ലേ? ഉണ്ട്. ഞാൻ ഫസ്റ്റ് നിങ്ങളെ അനിയനോട് ചോദിച്ചിട്ടേ ഇത് മോഡൽ എത്ര ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു 2006 എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു 2006 വണ്ടിയാ. ഇതിന്റെ കോല അങ്ങനെ അല്ലല്ലോ. ഇത് എത്ര കൊടുക്കാം?
ഇത് നമ്മള് ചോദിക്കണം 3.4. 3.4 ചോദിക്കണേ. കൊടുക്കുന്നത് നമ്മള് 3.15 കൊടുക്കാം. 3.15 കൊടുക്കാം. ഇനി അതിൽ എന്തെങ്കിലും ഇനി കുറച്ച് കൊടുക്കാം. നമുക്ക് 3.10 കൊടുക്കാം. 3.10 കൊടുക്കാം. ഒരു ആൾട്ടോ കാറിന്റെ വിലയുള്ളൂ കേട്ടോ. ഇനി ടാക്സ് അവർ അടക്കുകയാണെങ്കിൽ ഒരു 20 രൂപ കുറച്ച് കൊടുക്കാം. ടാക്സ് അവർ അടക്കുകയാണെങ്കിൽ 290 കൊടുക്കും. 290 കൊടുക്കും. ഓക്കെ. അപ്പൊ വാങ്ങാൻ വിളിച്ചോ. 2007 വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടിയാ? അല്ലല്ല, നമ്പർ ആയ വണ്ടിയാണ്. ഇപ്പൊ ഓൾറെഡി നിലവിൽ പേപ്പർ കാര്യങ്ങളൊക്കെ പേപ്പർ 29 വരെ ടാക്സ് ഉണ്ട്. 29 വരെ ടാക്സ് ഉണ്ടല്ലേ? ഉണ്ട്. നമ്മൾ അടച്ചു. ഇനി 27 വരെ റിന്യൂവല്, പുതിയ ഇൻഷുറൻസ് തന്നെ. ഒരു മാസമൊക്കെ ബാക്ക് ഉണ്ടാവും. അത്ര ഉണ്ടാവും. ഓക്കെ. വണ്ടി എന്ത് പാട്? വണ്ടി എല്ലാ വണ്ടിയല്ലേ കണ്ടില്ലേ? മെക്കാനിക് പരമായിട്ട് മെക്കാനിക്കൊക്കെ സാറ് എല്ലാ ഭാഗം നോക്കുകയാണെങ്കിൽ ഫിറ്റാണ്. ഒന്ന് എനിക്ക് എടുക്കണൊക്കെ ഒന്ന് ചെയ്യാനുള്ള ടൈപ്പ് 4 കൺവേർട്ട് ആക്കി അല്ല കണ്ടാല് നിങ്ങളെ അഭിപ്രായത്തിൽ ഒരു 12-13 ഒക്കെ ലുക്കില്ല. എന്താ വെച്ചാൽ ഒന്നാമത് ഈ ടൈപ്പ് 4 ആക്കിയാൽ തന്നെ വണ്ടിന്റെ കോലം മാറി. ഈ കളറിന് തന്നെ ഒരു ഹൈലൈറ്റ് ഉണ്ട്. സിൽക്കി ഗോൾഡൻ കളറാണ് മാർക്കറ്റിൽ കിട്ടാൻ പ്രയാസമുള്ള ഈ കളർ. പക്ഷെ ഇത് പിന്നെ 2007 ഇറങ്ങുന്നുണ്ട് ഈ കളർ. ഉണ്ട് തന്നെ. 2007 ഗോൾഡ് ഇറങ്ങണം. അതിൽ കൂടെ സിൽക്കി ഗോൾഡ് അടിക്കണാണ് തന്നെ. ഓക്കെ. ഇത് എത്ര കൊടുക്കാം? ഇത് നമ്മൾ ചോദിക്കണത് 3 ഉറുപ്പ്യ. 3 ഉറുപ്പ്യ ചോദിക്കണം. 3 ഉറുപ്പ്യ ചോദിക്കണം. നമുക്കൊരു 3.30 കൊടുക്കാം. 3.30 കൊടുക്കും. ഒരു ഇന്നോവ കാറാണ് കേട്ടോ. ഒരു ഇന്നോവ കാറിന്റെ വിലയാണ് പറഞ്ഞിട്ടുള്ളത്. ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിക്കോളി. പിന്നെ നിങ്ങളെ ഫാമിലിയിലോ നിങ്ങൾ ഫ്രണ്ട്സോ ആരെങ്കിലും ചെറിയ ബഡ്ജറ്റിൽ ഇന്നോവ കാർ നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഷെയർ ചെയ്താൽ. എർട്ടിക നോക്കല്ലേ? എർട്ടിക 7 സീറ്റ് വണ്ടിയാണ്. എങ്ങനെയാണ്? 2012 മോഡൽ ZDI വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ അല്ലേ? എങ്ങനെയുണ്ട് വണ്ടി? എന്ത് പാട്? ഇത് നല്ല വണ്ടിയല്ലേ? നല്ല ക്വാളിറ്റി വണ്ടി. 12 മോഡൽ 13 റേസർ ഉണ്ട് കേട്ടോ. 12 മോഡൽ 13 റേസർ. ഓക്കെ. റീപ്ലേസ് എന്തെങ്കിലും കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ബഡ്ജറ്റിൽ ഈ ടാക്സിക്കാർക്കൊക്കെ പറ്റിയ വണ്ടിയാണ്. പിന്നെ ഈ കൊച്ചി യൂബർ ടാക്സിനൊക്കെ കുറെ ആൾക്കാർ വണ്ടി നോക്കുന്നുണ്ട്. ഓൾക്ക് നല്ല പറ്റിയ വണ്ടിയാണ്. കാരണം എന്താ വെച്ചാൽ ചെറിയ ബഡ്ജറ്റിൽ ഒരു എർട്ടിക കിട്ടും എന്ന് പറയുമ്പോൾ അത് നല്ല ക്വാളിറ്റി വണ്ടിയല്ലേ? ഒന്നും ചെയ്യാനില്ലല്ലോ. എണ്ണടിച്ചാ ഓടും. അത്രേ ഉള്ളൂ. എത്ര കൊടുക്കാം? ഇത് നമ്മൾ കൊടുക്കുക 4.10 ചോദിക്കണം. 4.10 ചോദിക്കും. 3.90 കൊടുക്കാം. 3.90 കൊടുക്കാം. ZDI വണ്ടിയാട്ടോ. ZDI ആണ്. ഈ ഓപ്ഷൻ VDI ZDI എന്ന് പറയുമ്പോൾ കമ്പനിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വില വ്യത്യാസമില്ല. നല്ല വ്യത്യാസം. ചില ആളുകൾ എന്താ വെച്ചാൽ 1.5 രൂപയുടെ വ്യത്യാസം ഉണ്ടാവും. ചില ആളുകളെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. എങ്ങനെ വെച്ചാൽ അതായത് മോഡൽ ഇപ്പൊ നിങ്ങൾ ഇവിടെ ഒരു മോഡൽ പറഞ്ഞു, അവിടെ ഒരു മോഡൽ സെയിം മോഡൽ പറഞ്ഞ് വില വ്യത്യാസം വരുന്നുണ്ട്. ഒരു 10-25 രൂപന്റെ ഒക്കെ. അത് ആൾക്കാർ വിചാരിക്കുന്നുണ്ടോ അത് കുറവും ഇത് കൂടുതലാണ്. പക്ഷെ ഈ ഓപ്ഷന് നോക്കുന്നില്ല. ഓപ്ഷൻ നോക്കുന്നില്ല. അതാണ് പ്രശ്നം. ഓപ്ഷനും കൂടി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അത് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ ബാണാങ് പിടിച്ചോ. 3.90 ലാസ്റ്റ് കൊടുക്കും. ഓക്കെ. ഫ്രിഡ്ജ് കയറി നമുക്ക് നോക്കാം. ഇത് എങ്ങനെ? ഡീസൽ വണ്ടിയാ പെട്രോളാ? ഡീസൽ. മോഡൽ എത്ര? 2013 മോഡൽ 14 പൈസ. ഓക്കെ. വണ്ടി എന്ത് പാട്? എല്ലാ വണ്ടിയാ. ഓക്കെ. എന്തെങ്കിലും റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റ് വണ്ടിയാണ്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഉള്ളും പുറത്തൊക്കെ നോക്കാം. കൺവേർട്ട് ചെയ്താണ്. വീഡിയോക്ക് കൺവേർട്ട് ചെയ്താണ്. 2 ഡോർ വിൻഡോ വീഡിയോയിലേക്ക് കൺവേർട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ. ഇത് എത്ര കൊടുക്കാം? 13 മോഡൽ 14 റേസർ. ഇത് നമ്മൾ ചോദിക്കണം 3 രൂപയാണ്. 3 രൂപ ചോദിക്കുന്നുണ്ട്. 2.70 കൊടുക്കാം. 2.70 അതും ഫുള്ള് ലോണിൽ തരാം. ഓക്കെ. ഒരു ഫോൾട്ട് ഇല്ല കേട്ടോ. കുറെ അതായത് 10-30-40 രൂപ വില വ്യത്യാസം നിങ്ങൾക്ക് തരാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടാവുന്നു. പക്ഷെ നിങ്ങൾ എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അല്ല, ചെറിയ ലാഭത്തിൽ കൂടുതൽ കച്ചവടം. അതെ. അതായത് എണ്ണം കൂട്ടി വില കുറച്ച് വിൽപ്പന. അല്ല, അങ്ങനെയാണ്. ഓക്കെ. ഹ്യുണ്ടായിന്റെ ഐറ്റം ഗ്രാൻഡ് നോക്കാം. ഇത് എങ്ങനെയാണ്? ഇത് 2015 മോഡൽ 16 റേസർ. 15 മോഡൽ 16 റേസർ ഉണ്ടല്ലോ. അതെ. ഓക്കെ. എന്ത് പാട് വണ്ടിയല്ലേ? ഇത് ഡീസൽ കാര്യങ്ങളൊന്നുമില്ല. പെട്രോൾ വാഹനമല്ല, മാനുവൽ വണ്ടിയല്ല? മാനുവൽ. ഓക്കെ. ഏകദേശം എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് ഓട്ടം 1ന്റെ താഴെയുള്ളൂ. 1ന്റെ താഴത്തെ ഉള്ളൂ. വണ്ടി എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒരു സാധനം മാറിയിട്ടില്ല. നല്ല ക്വാളിറ്റി വണ്ടി അല്ലേ? എത്ര കൊടുക്കാം? ഇത് നമ്മൾ ചോദിക്കുന്നത് 3.4 ചോദിക്കുന്നുണ്ട്. 2.90 കൊടുക്കാം. 2.90 കൊടുക്കും. ഫുള്ള് ലോണില് ഒരുപാട് വണ്ടികൾ ഇവിടെ ഉണ്ട്. ഒരുപാട് വണ്ടികളുണ്ട്. പക്ഷെ ലോണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കണമെന്നില്ല. ചെയ്തോളി. ഓക്കെ. പിന്നെ 2015 മോഡൽ 16 റൈസനായിട്ടുള്ള ഐറ്റം ഗ്രാൻഡ് വണ്ടിയാണ്. 2.90 തരാന്ന് പറയുന്നുണ്ട്. ഫുള്ള് ലോണിൽ ഇറക്കാൻ പറ്റും കേട്ടോ. വോക്സ് വാഗന്റെ പോൾ ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ഇത് മോഡൽ എങ്ങനെയാണ്? ഇത് മോഡൽ 2014 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് ഹൈലൈന് ഫുൾ ഓപ്ഷൻ. ഡീസൽ വണ്ടി അല്ല? ഡീസൽ വണ്ടി. ഓക്കെ. വണ്ടി എന്ത് പാട്? റീപ്ലേസ് കാര്യങ്ങള്? നല്ല വണ്ടിയാണ്. ക്വാളിറ്റി വണ്ടിയാണ്. റീപ്ലേസ് ഒന്നുമില്ല. എടുക്കേണ്ടവർക്ക് വിശ്വസിച്ചെടുക്കാം. ഓക്കെ. വണ്ടി യാതൊരു കംപ്ലൈന്റ് കാര്യങ്ങൾ ഫോൾട്ട് ഒന്നുമില്ല. എത്ര കൊടുക്കാം?
ഇത് നമുക്ക് ലാസ്റ്റ് വില 440 ചോദിക്കണ്ടേ, 420 കൊടുക്കാം. 420 കൊടുക്കാം. 420 കൊടുക്കാം. ഇത് ഫുള്ള് ലോണ് കയറോ? ഫുള്ള് ഏകദേശം ലോൺ കയറും. ഏകദേശം ഫുള്ള് ലോൺ എടുക്കാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പൊ വാങ്ങാൻ വിളിച്ചോ. ഹ്യൂണ്ടായിയുടെ ഐ10 ആണ്. ഐ10 ഇവിടെ 3-4 പീസ് ഉണ്ടല്ലോ. 3-4 പീസ് ഉണ്ട്. മാനുവൽ ഓട്ടോമാറ്റിക് എല്ലാ വണ്ടികളും? ഇത് ഓട്ടോമാറ്റിക് ആണ്, 2 മാനുവലും ഉണ്ട്. ഇത് ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ നേരത്തെ കാണിച്ചതൊക്കെ മാനുവൽ വണ്ടി അല്ല. ഇത് എത്ര മോഡൽ? ഇത് 2011 മോഡൽ. 11 മോഡലാണ്. ഓട്ടോമാറ്റിക്. CVT കാർ അല്ലേ? ഓക്കെ, വണ്ടി എന്ത് പാട്? വണ്ടി അല്ല, വണ്ടിയല്ലേ, കണ്ടില്ല, നല്ല വണ്ടിയല്ല, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. തട്ടുമുട്ട് വരക്ക് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ആൻഡ്രോയിഡ് സെറ്റ് ഒക്കെ നമ്മൾ ചെയ്തു. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടെങ്കിൽ അത് പറയൂട്ടോ, പറഞ്ഞിട്ടേ തരുള്ളൂ. അതെ, എത്ര കൊടുക്കാം? ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു. ഉള്ളിൽ ആൻഡ്രോയിഡ് സെറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കട്ടുള്ള ടയർ ഉണ്ട്. എത്ര കൊടുക്കാം? ഇത് നമ്മൾ 240 ചോദിക്കണം. 240 ചോദിക്കുന്നുണ്ട്. 2.4 കൊടുക്കാം. 2.4 കൊടുക്കാം. 2.25 കൊടുക്കാം. ഓക്കെ, അപ്പൊ വാങ്ങാൻ വിളിച്ചോ. ഹ്യൂണ്ടായിന്റെ ഐ10 ആണ്. ഇത് എങ്ങനെയാണ് മോഡൽ? ഇത് 2008 മോഡൽ. 2008 ആണല്ലേ? 8 മോഡൽ. ഓൾറെഡി 28 വരെ പേപ്പർ ഉണ്ട്. 28 വരെ പേപ്പർ ഓൾറെഡി ഉണ്ട്. ഇനി എടുക്കുന്ന ആൾക്ക് ചെയ്യേണ്ടെന്ന് വേണ്ട. വണ്ടി എന്ത് പാട്? മെക്കാനിക്കൽ നല്ല വണ്ടി. നല്ല ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, ഓട്ടോനെ ചോദിക്കില്ല, പഴയ വണ്ടിയല്ലേ? ഓട്ടോ എന്തായാലും 1ന്റെ താഴെയാണ് തോന്നുന്നത്. അത്ര ഉണ്ടാവുള്ളൂ. ഓട്ടോ അധികം ഓടിയിട്ടില്ലത്. ഓക്കെ, വണ്ടി ക്വാളിറ്റിയാണ്. ഒരു 100% വിശ്വാസത്തിൽ എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. അതെ. എത്ര കൊടുക്കാം? ഇത് നമ്മള് 1.25 ചോദിക്കണം. 1.25 ചോദിക്കുന്നുണ്ട്. വല്ലാതെ പറയാനൊന്നുമില്ല. 1.20 കൊടുക്കാം. 20 കൊടുക്കാം. അതിനകത്ത് പോകില്ല. ഇത് മാനുവൽ വണ്ടിയല്ലോ, ഓട്ടോമാറ്റിക് അല്ലല്ലോ? മാനുവൽ. ഇവിടെ ഹ്യൂണ്ടായിന്റെ ഐ10 മാനുവൽ വണ്ടി നമുക്ക് നോക്കാം. ഇതേ വണ്ടി കാണാൻ നല്ല ലുക്ക് ഉണ്ടല്ലോ. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. 2011 മോഡല്. 11 മോഡലാ. പക്ഷെ മോഡൽ കൂടിയ വണ്ടി പോലെ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നല്ലോ. എക്സ്ട്രാ ഫിറ്റിംഗ് കയറിയിരിക്കണേ. ഇത് നല്ല 4 അലവിലും ഉണ്ട്. അതെ, 25 റുപ്യന്റെ അലവിൽ 4 പിന്നെ നല്ല ക്വാളിറ്റി സീറ്റ് കവർ. കാപ്പ എഞ്ചിനാണ്. വീട്ടി കാപ്പ എഞ്ചൻ. വണ്ടി എന്ത് പാട്? നല്ല വണ്ടി ആയിട്ട് ചെയ്യാനൊന്നുമില്ല. ഒന്നും ചെയ്യാൻ നല്ല ക്വാളിറ്റി വണ്ടിയല്ല. ക്വാളിറ്റി ഉണ്ട്. എത്ര കൊടുക്കാം? ഇത് നമ്മൾ ചോദിക്കണതേ 1.80 ഒക്കെ ചോദിച്ചിരുന്നു. 1.80 മുമ്പ് ചോദിച്ചു. നമുക്ക് മുമ്പല്ല, ഇതൊക്കെ വന്നിട്ട് വലിയ ദിവസമൊന്നും ആയിട്ടില്ല. മുമ്പ് പറഞ്ഞു ഇതൊക്കെ ഒരാഴ്ചയുടെ ഉള്ളിലായിട്ടുള്ളൂ. ഇത് നമുക്ക് ഒരു 1.65 കൊടുക്കാം. 1.65 കൊടുക്കാം. 60 ഓക്കെ, 1.60 തരും കേട്ടോ. വണ്ടി മെക്കാനിക് പരമായിട്ടൊന്നും യാതൊന്നും ചെയ്യാനില്ല കേട്ടോ. എവിടെ കൊണ്ടുപോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾ വരുമ്പോ ഒരു മെക്കാനിക്കിനൊക്കെ കൂട്ടിട്ട് വന്നാലും നിങ്ങൾക്ക് ഇവിടെ തന്നെ നോക്കിയിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകാം. മെക്കാനിക് ഇല്ലാന്ന് വിചാരിച്ചിട്ട് പ്രശ്നമില്ല. ഇവിടെ ഇഷ്ടംപോലെ വർക്ക്ഷോപ്പ് ഉണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഇവിടെ ഒന്ന് രണ്ടൊന്നല്ല, കുറെ വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മെക്കാനിക്കിന് പോകാണെങ്കിൽ കൂട്ടിട്ട് വരാം. ആൾട്ടോ K10 അല്ല, ഇത് മോഡൽ എത്രയാണ്? 2010 മോഡൽ. 2010 മോഡലാണ്. ഓക്കെ, പേപ്പർ ഇതിന്റെ കഴിഞ്ഞ കൂടുതൽ സാധാരണക്കാരെ വണ്ടിക്കാണ് നമ്മൾ. അത് നിങ്ങളെ ക്വാളിറ്റി എന്റെ ക്വാളിറ്റിയോ അതൊന്നും അല്ല. സാധാരണക്കാരെ വണ്ടി ആയിട്ടാണ്. അതെ, സാധാരണക്കാരാണല്ലോ ഇത് കൂടുതൽ കാണുന്നത്. അതെ. അല്ല, കൂടുതൽ ഇങ്ങനത്തെ വണ്ടികളാണ് ആൾക്കാർ നോക്കി നടക്കുന്നത്. ഇത് എന്ത് പാട് വണ്ടി? മെക്കാനിക്കും ബോഡിയും ഒക്കെ ഫുൾ ഫിറ്റ്. ഒന്നും നോക്കാൻ കണ്ണടിച്ച ഓടാം. പേപ്പർ ഈ കൊല്ലം ലാസ്റ്റ് വരെ ഉള്ളൂ. ലാസ്റ്റ് വരെ ഉള്ളൂ. അത് പേപ്പർ എടുത്താൽ മതിയല്ലോ. എന്താ 10 രൂപ 12,000 ചെലവല്ലോ. അതെ, ഇത് ഓപ്ഷൻ തന്നെ LX പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടി. അതെ, വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ് നമ്മളെ നിഘണ്ടൂരല്ല. ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും, തുറന്ന് പറയും. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും. അല്ല, അത് ഒളിപ്പിച്ചിട്ടുള്ള കച്ചവടം നമ്മൾ വേണ്ട. എത്ര കൊടുക്കാം? ഇത് നമ്മൾ ചോദിക്കണം 1.30 ചോദിക്കുന്നുണ്ട്. 1.30 ചോദിക്കുന്നുണ്ട്. 1.15 കൊടുക്കണം. 1.15 കൊടുക്കും. അത് കേട്ടനാട്ടോ. ആൾട്ടോ കാറല്ല, ആൾട്ടോ K10 ആണ്. 1.15 കൊടുക്കും. അപ്പൊ വാങ്ങാൻ വിളിച്ചോ. ഓക്കെ, ഒരു ക്രെട്ടയാണ്, ബ്ലാക്ക് കളറാണ്. ഇതെങ്ങനെയാണ് മോഡല്? ഇത് 2018 E+. ആണ്. 2018 E+, 1.4 മൈലേജ് കൂടുതൽ. 20 മേലെ കിട്ടും. ഡീസൽ വണ്ടിയാണ്. ഏകദേശം എത്ര ഓടിയിട്ടുണ്ടാവും? ചെയ്തു. i20 മൈലേജും. ഇത് മോഡൽ എത്ര പറഞ്ഞാൽ? ഇത് 2018 മോഡല്. സിൻക്രോണർഷിപ്പ് വണ്ടി. എത്ര ഓടിയിട്ടുണ്ടാവും? 1.18 ഓടിയിട്ടുണ്ടല്ലോ. റീപ്ലേസ് ഉണ്ടോ? ഒരു റീപ്ലേസ് ഒന്നുമില്ല. തട്ടുമുട്ട് വർക്കൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടി. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 8 രൂപ കൊടുക്കാം. 8 രൂപ കൊടുക്കാം. 8 രൂപ ചോദിച്ചിന് വന്നോളി, നമ്മൾ കുറച്ച് തരും. 8.30 കൊടുക്കണം. 8.30 കൊടുക്കും. ഓക്കെ, ക്രെട്ടാണ്. 1.4 ഡീസൽ, മൈലേജ് കൂടുതൽ കിട്ടുന്ന ഒരു വാഹനമാണ്. ആവശ്യക്കാണെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. സ്പാർക്കാണ്. ഇത് എങ്ങനെയാണ് മോഡല്? ഇത് 2010 മോഡല്. പുതിയ പേപ്പർ. മെക്കാനിക് ഫിറ്റ്, AC ഫിറ്റ്, 4 ഡോർ വിൻഡോ, 4 പവർ വിൻഡോ, ബാക്ക് വൈപ്പർ,
പവർ സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ട്. ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ. ഓക്കെ. വണ്ടി കാണാൻ നല്ല വൃത്തിയുണ്ടല്ലോ, ഉൾപുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ കാണാൻ ലുക്കുള്ള ഒരു വണ്ടിയാണ്. എത്ര കൊടുക്കല്? 54,000 കിലോമീറ്റർ ഓടി. ആകെ 54. ആ കറക്റ്റ് 54 ഓടിയിട്ടുള്ളൂ. ഒരു 1000 കിലോമീറ്റർ കൂടുതൽ ഓടിയിട്ടുണ്ടാവും. അത്രയ്ക്ക് പക്ക വണ്ടി. ഓക്കെ. എവിടെ കൊണ്ടുപോയി ചെക്ക്? ഇതൊരു ഗൾഫാരനെ നിർത്താം. അയാൾ 6 വർഷം മുമ്പ് 2.25 എടുത്ത വണ്ടിയാണെന്ന് നമ്മളോട് പറഞ്ഞു. 2.25 കൊടുക്കില്ല. 6 വർഷം മുമ്പ്. 6 വർഷം വില ഉണ്ടായിരിക്കും. ഉണ്ടാവില്ല. അപ്പൊ ആ സമയത്തൊക്കെ ഉണ്ടാവും. ഇത് ഇപ്പത്തെ വില എന്ന് പറഞ്ഞാൽ 90 രൂപ. 90 രൂപ. 90 രൂപ കൊടുക്കാം. 90 രൂപ കൊടുക്കാം. എന്താ ലേഡീസിനും ജെന്റ്സിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ വണ്ടി. ഇത് മാനുവൽ വണ്ടിയല്ല, ഓട്ടോമാറ്റിക് അല്ലല്ലോ? മാനുവൽ. അതിന് കുറെ ഉണ്ടോ വില? എന്തെങ്കിലും കുറച്ച് കൊടുക്കാൻ നമുക്ക് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ കച്ചവടത്തിൽ പിന്നെ അങ്ങനെയാണ്. ഫോർഡ് ഐക്കൺ അല്ലേ? ഫോർഡ് ഐക്കൺ ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടി. എത്ര മോഡൽ തന്നെ? ഇത് 2010 മോഡൽ. 2010 മോഡലാണ്. ടാക്സ് പുതിയത്, റിന്യൂവല് പുതിയത്, ഇൻഷുറൻസ് ഈ കൊല്ലം ലാസ്റ്റ് വരെ തന്നെ. ഒരു ലക്ഷറി വണ്ടി പോലെ ഉണ്ടല്ലോ കാണുമ്പോ. ഫുള്ള് ഇഞ്ചം, അടിപൊളി ഇഞ്ചം തന്നെ. ഫുള്ള് സെറ്റ് വണ്ടി. എല്ലാ ഭാഗവും ഫോർഡ് ഫിയസ്റ്റ, ഫോർഡ് ഐക്കണ്, ഫോർഡ് മറ്റേ അങ്ങനത്തെ വണ്ടികളൊക്കെ ചെറിയ ആവിണ്ടോ? അതെ. ഇതിന് അതുമില്ല തന്നെ. ഒരു ഡോക്ടർ വീട്ടിൽ നിന്ന് നമ്മൾ എടുത്താണ്. ഞാൻ വേറെ വണ്ടിക്ക് പോയത്. അപ്പൊ ഈ വണ്ടി കണ്ടപ്പോ എനിക്ക് നല്ല ക്വാളിറ്റി തോന്നി. എല്ലാ ഭാഗം നോക്കി ചെക്ക് ചെയ്ത് നോക്കി. മൂപ്പർക്ക് ശ്രീധരൻ കിട്ടിയ വണ്ടിയാ അന്നത്തെ കാലത്ത്. അപ്പൊ മൂപ്പര് ഇത് മൂടിയിട്ടൊക്കെ മൂടിയിട്ടു. അപ്പൊ ഞാൻ നല്ല വില കിട്ടതാണ്. നല്ല കാര്യം പറയാം. ഇതിനെ കിട്ടാത്ത മുതൽ നമ്മൾ കുറച്ചൊരു 10 രൂപ കൂടുതൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ മതി. കുറച്ച് കൂടുതൽ കൊടുക്കാൻ നിർത്താം. ഓക്കെ. എത്ര കൊടുക്കാം? 1 രൂപ കൊടുക്കാം. 1 രൂപ കൊടുക്കാം അല്ല? ഓക്കെ. മെക്കാനിക് പരമായിട്ട് ഒന്നും ചെയ്യാനൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഇത് 1 രൂപ നല്ലത്. പിന്നെ മാർക്കറ്റ് നമ്മള് ലക്സിലൊക്കെ തപ്പിയാലോ 1.20, 1.25 മാർക്കറ്റ് ഉണ്ട്. നിങ്ങൾ 1 രൂപ കൊടുക്കും. 1 രൂപ കൊടുക്കും. എന്തെങ്കിലും നമ്മൾ ചെറുതായിട്ട്. അതെ. ഒരു റയർ പീസാണ് കേട്ടോ. 5 കൊല്ലത്തിനൊന്നും നോക്കും വേണ്ട. പേപ്പറൊക്കെ ഫുള്ള് വിറ്റ്. അതെ, റയർ പീസാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്നു. ഇവിടെ ഒരു റിഡ്സ് കാണാൻ നമുക്ക് നോക്കാം. ഇത് ഡീസൽ പെട്രോൾ വണ്ടി? ഡീസൽ വണ്ടി. ഓപ്ഷൻ പിന്നെ ഇവിടെ 4-5 റിഡ്സ് ഫുള്ള് ഡീസൽ. എല്ലാ ഡീസൽ വണ്ടി. ഒന്നൊരു പെട്രോൾ വരാണ്ട് 11 തന്നെ. ഇപ്പൊ നിലവിലുള്ള ഡീസൽ വണ്ടികളല്ല. ഓക്കെ. മോഡൽ വരുന്നത് 13 ആണ്. ഏകദേശം എത്ര ഓടിയിട്ടുണ്ടാവും? ഓട്ടം എന്ന് പറഞ്ഞാല് ഇതില് 1.7 അങ്ങനെ എന്തോ ഓടിയിട്ടുണ്ടല്ലോ. ക്വാളിറ്റി വണ്ടിയാണ്. മെക്കാനിക്കൊക്കെ എത്ര കൊടുക്കാം? ഇത് നമ്മള് ചോദിക്കണത് 3.30 ചോദിക്കുന്നുണ്ട്. 3.30 ചോദിക്കുന്നുണ്ട്. 3.15 കൊടുക്കുന്നു. 3.15 കൊടുക്കാം. ഇത് ക്വാളിറ്റി വണ്ടിയാണോ? റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ് ഒന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. അപ്പൊ വേണമെങ്കിൽ പിടിച്ചോ. ഒരു പർപ്പിൾ കളർ നാനോ കാർ അല്ല ഇത്? എങ്ങനെ മോഡൽ? മുന്തിരി കളർ. മുന്തിരി കളർ. എത്രയാണ്? 2017 ഓട്ടോമാറ്റിക് കേട്ടോ. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് തന്നെ. ഓക്കെ. എത്ര ഓടിക്കുന്ന വണ്ടി 66 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ വണ്ടി. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല വൃത്തിയുള്ള നല്ല ക്വാളിറ്റി വണ്ടിയാണ്. അല്ല കാണുമ്പോൾ നല്ല വൃത്തിയുണ്ട്. ഉള്ളുപുറത്തൊക്കെ നോക്കണം. സീറ്റ് കവറിൽ നല്ല ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ടുള്ള ടയർ ഉണ്ട്. എത്രയാണ് ചോദിക്കുന്നത്? നമ്മള് 1.75 ചോദിക്കുന്നുണ്ട്. 1.75 ചോദിക്കും. അത് നാനോ ടെസ്റ്റ് ആണ്. നാനോ ടെസ്റ്റ് ഓട്ടോമാറ്റിക് അല്ല? നമുക്ക് 1.65 കൊടുക്കാം. 1.65 ലാസ്റ്റ് കൊടുക്കാം. അപ്പൊ വാങ്ങാൻ വിളിച്ചോ.